അതായത് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു മെജോറിറ്റി ഓഫ് പോർഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കോർഡിനേഷൻ കെമിസ്ട്രി. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന്, ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മിനിമം ഒരു 4 മാർക്കിനെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നിന്ന് ഒരു മിനിമം ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കുറച്ചൊരു വാസ്റ്റ് ഏരിയ ആണ്, കുറച്ച് അധികം ഉണ്ട്. അപ്പം നമുക്ക് ബേസിക് തൊട്ട്, അതായത് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട്, ടെർമിനോളജി തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വരുമ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് പഠിക്കുന്ന ടേമാണ് ഡബിൾ സോൾസ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സും ഡബിൾ സോൾസും തമ്മിലൊരു ചെറിയൊരു ബന്ധമുണ്ട്. കാരണം കോർഡിനേഷൻ കോമ്പൗണ്ട്സും ഡബിൾ സോൾസും അഡിഷൻ പ്രോഡക്റ്റുകളാണ്. ഓക്കെ, അഡിഷൻ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രണ്ടിലധികം അല്ലെ ഒന്നിലധികം കോമ്പൗണ്ട്സുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റൊരു കോമ്പൗണ്ട് ആണ് അഡിഷൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ സോൾട്ടും ഒരു അഡിഷൻ പ്രോഡക്റ്റ് ആണ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സും ഒരു അഡിഷൻ പ്രോഡക്റ്റ് ആണ്. പക്ഷെ അവരിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡബിൾ സോൾട്ട് എന്ന് വെച്ചാൽ? Those substances which exist only in crystal lattices but break down into their constituent compounds when dissolved in water or any other solvent. ഡബിൾ സോൾട്സ് എന്ന് പറഞ്ഞാൽ അവര് എക്സിസ്റ്റ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ലാറ്റിസ്, അതായത് ക്രിസ്റ്റൽ ആയിട്ടായിരിക്കും, ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അവര് സോളിഡ് ആയിട്ടിരിക്കുമ്പോൾ, ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ അവർ എന്ത് ഫോമില? ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. പക്ഷെ അവർ ഏതെങ്കിലും ഒരു സോൾവെന്റിലോ അല്ലെങ്കിൽ വാട്ടറിലോ ഡിസോൾവ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യും. ആ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനെ അവർക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല. അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളാണ് നമ്മൾ ഡബിൾ സോൾട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ ഡബിൾ സോൾട്സ് എന്ന് പറഞ്ഞാല് സോളിഡ് സ്റ്റേറ്റില് അവർ ഏതോ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിലായിരിക്കും അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ദേ ലോസ് ദെയർ ഐഡന്റിറ്റി ഇൻ സൊല്യൂഷൻ. അവരുടെ ആ ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണപ്പോൾ വെൻ ദേ ഡിസോൾവ് ഇൻ എ പർട്ടിക്കുലർ സോൾവെന്റ് ഓർ ഇൻ വാട്ടർ, വാട്ടറിലോ സോൾവെന്റിലോ ഡിസോൾവ് ആയി കഴിയുമ്പോൾ അവരുടെ ഐഡന്റിറ്റി തന്നെ മാറുകയാണ്. അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ സോൾട്ട്. ഡബിൾ സോൾട്ടിന് എക്സാമ്പിൾ നിങ്ങൾ മോഴ്സ് സോൾട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? മോഴ്സ് സോൾട്ട്, ഫെറസ് അമോണിയം സൾഫേറ്റിനെ വിളിക്കുന്ന പേരാണ് മോഴ്സ് സോൾട്ട്. ഫെറസ് ആണ്, ഫെറസ് അമോണിയം സൾഫേറ്റ്. ഫെറസ് അമോണിയം സൾഫേറ്റിനെ നമ്മൾ കോമൺലി വിളിക്കുന്ന നെയിമാണ് മോഴ്സ് സോൾട്ട്. ഇത് 1 മാർക്കിന് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫെറസ് അമോണിയം സൾഫേറ്റ് ഈസ് കോമൺലി നോൺ ആസ് മോഴ്സ് സോൾട്ട്. ഇതൊരു അഡിഷൻ പ്രോഡക്റ്റ് ആണ്. ഫെറസ് സൾഫേറ്റ് അമോണിയം സൾഫേറ്റും വാട്ടറുമായിട്ട് ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡിഷൻ പ്രോഡക്റ്റ് ആണ് എന്ത്? ഫെറസ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന മോഴ്സ് സോൾട്ട്. നമ്മൾ ഇതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെന്റിൽ നമ്മൾ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലും കെമിക്കൽ പ്രോപ്പർട്ടിയിലും ചേഞ്ച് സംഭവിക്കും. കാരണം അവരുടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അവിടുന്ന് മാറുകയാണ്. സോളിഡ് സ്റ്റേറ്റിൽ മാത്രമേ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. കംപ്ലീറ്റ് അവർ സൊല്യൂഷനിലേക്ക് മാറുമ്പോഴത്തേക്കിനും അവരുടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു എക്സാമ്പിൾ ആണ് കാർണലൈറ്റ്. നമ്മൾ കാർണലൈറ്റ് മെറ്റലർജിയിൽ പഠിച്ചിട്ടുണ്ട്. എന്തിന്റെ ഓറാണ് കാർണലൈറ്റ്? മഗ്നീഷ്യത്തിന്റെ ഓറാണ് കാർണലൈറ്റ്. അപ്പൊ കാർണലൈറ്റ് എന്നും പറയുന്നത് എന്തിന്റെയൊക്കെ? KCl-ന്റെയും മഗ്നീഷ്യം ക്ലോറൈഡിന്റെയും വാട്ടറിന്റെയും കൂടി അഡിഷൻ പ്രോഡക്റ്റ് ആണ് കാർണലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ KCl-ന് ഒരു സ്വഭാവമാണ് അല്ലെ? KCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്, മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഇവർ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന കാർണലൈറ്റിന് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർട്ടിയും ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ് നഷ്ടപ്പെട്ട് അവര് വാട്ടറിലോ സോൾവെന്റിലോ ഡിസോൾവ് ആകുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി എല്ലാം മാറി മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് മാറുന്നു. അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ സോൾട്ട്. അപ്പം ശ്രദ്ധിച്ചോണം, ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ 2, 3, 4 കോമ്പൗണ്ട്സ് തന്നിട്ട് ഇതിലേതാണ് ഡബിൾ സോൾട്ട് അല്ലെങ്കിൽ ഇതിലേതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് ആയിട്ട് വരുന്നത്. മറ്റൊരു ഡബിൾ സോൾട്ടിന് എക്സാമ്പിൾ ആണ് പൊട്ടാഷ് ആലം. ഓക്കെ, പൊട്ടാഷ് ആലം എന്ന് വെച്ചാൽ പൊട്ടാസ്യം സൾഫേറ്റ് K2SO4 അലുമിനിയം സൾഫേറ്റ് 24H2O, ഇതാണ് പൊട്ടാഷ് ആലം എന്ന് പറയുന്നത്. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ കോമ്പൗണ്ട് ആണ് പൊട്ടാഷ് ആലം. പൊട്ടാസ്യം സൾഫേറ്റ് K2SO4 അലുമിനിയം സൾഫേറ്റ് വാട്ടറോടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു അഡിഷൻ പ്രോഡക്റ്റ് ആണ് പൊട്ടാഷ് ആലം എന്ന് പറയുന്നത്.
ഓക്കെ, ഇത്ര എക്സാം ഡബിൾ സാൾട്ട് നമ്മൾ ഇത്ര എക്സാംസ് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. എന്താണ് ഡബിൾ സോൾട്ടിൽ നിന്ന് ഉള്ള വ്യത്യാസം? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ ദോസ് കോമ്പൗണ്ട്സ് വിച്ച് റീറ്റെയിൻ ദെയർ ഐഡന്റിറ്റീസ് ഓർ പ്രോപ്പർട്ടീസ് ഈവൻ വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഓർ എനി അതർ സോൾവെന്റ്സ്. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പറഞ്ഞാൽ അഡിഷൻ പ്രോഡക്റ്റ് തന്നെയാണ്, പക്ഷെ അവരുടെ സോളിഡ് സ്റ്റേറ്റിൽ അവർക്കൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ട്. അതേ സ്ട്രക്ചർ അല്ലെ അതേ പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കും അവരൊരു സൊല്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും. പ്രോപ്പർട്ടീസിൽ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയിൽ യാതൊരു വ്യത്യാസവും കാണില്ല. അവർക്ക് ഐഡന്റിറ്റി റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ദേ റീറ്റെയിൻ ദെയർ ഐഡന്റിറ്റീസ് ഓർ പ്രോപ്പർട്ടീസ്. ഓക്കെ, അതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, കോർഡിനേഷൻ കോമ്പൗണ്ട്സിലുള്ളത് ആരൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ടെർമിനോളജി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള അല്ലെ കുറച്ച് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ FeCN3-. ഇതെന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിലായിരിക്കും. ഓക്കെ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഒന്നെങ്കിൽ ആനയോൺ ആകാം, അല്ലെങ്കിൽ കാറ്റോൺ ആകാം, അല്ലെങ്കിൽ ന്യൂട്രലും ആകാം. ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പം ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇത്രയും ആ ഒരു പോർഷൻ ആണ് കോർഡിനേഷൻ സ്ഫിയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, കോർഡിനേഷൻ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതുന്ന അത്രയും ആ ഒരു ടേംസ് ആണ് നമ്മൾ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോർഡിനേഷൻ സ്ഫിയറിനകത്തൊരു സെൻട്രൽ മെറ്റൽ അയോൺ കാണും. ഓക്കെ, അല്ലെ സെൻട്രൽ മെറ്റൽ ആറ്റം കാണും. ദെൻ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ്, അല്ലെ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് കാണും. അവരെ വിളിക്കുന്ന പേരാണ് ലിഗാൻഡ്സ് എന്ന്. ഇപ്പൊ കോർഡിനേഷൻ സ്ഫിയറിനകത്ത് ആരൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ, ഒന്നൊരു മെറ്റൽ ആറ്റം, സെൻട്രൽ മെറ്റൽ ആറ്റം കാണും. അവരെ ബൗണ്ട് ചെയ്തുകൊണ്ട് കുറച്ചധികം ലിഗാൻഡ്സ്, എ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സോ അല്ലെ ഓക്കെ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ലിഗാൻഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു, അവരും കാണും. നമ്മൾ പറഞ്ഞല്ലോ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അയോൺ ആകാം, ന്യൂട്രൽ ആകാം, ഓക്കെ പോസിറ്റീവ് ചാർജ് ഉള്ളവരാകാം, നെഗറ്റീവ് ചാർജ് ഉള്ളവരാകാം. ഈ ചാർജ്ഡ് ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമ്മൾ കോംപ്ലക്സ് അയോൺ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സുകൾ ചാർജ്ഡ് ആണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് അയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചേർന്നാണ് എന്താ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. നമുക്കില്ല ഓരോ ടേംസും നമുക്ക് എന്താന്ന് നോക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഡെഫിനേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദോസ് കോമ്പൗണ്ട്സ് വിച്ച് റീറ്റെയിൻ ദെയർ ഐഡന്റിറ്റീസ് even when dissolved in water or any other solvents and their properties are completely different from those of constituents. അയണിന്റെ സയനൈനും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്, പക്ഷെ അവർ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഈ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അയണിന്റെയും സയനൈന്റെയും നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഓരോ ടേംസും എന്താന്ന് നോക്കാം. സെൻട്രൽ അയോൺ നമ്മൾ പറഞ്ഞല്ലോ, കോർഡിനേഷൻ സ്ഫിയർ അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അതിൽ സെൻട്രൽ ആയിട്ട് ഒരു മെറ്റൽ ആറ്റം കാണും. ആ മെറ്റൽ ആറ്റത്തെ ബൗണ്ട് ചെയ്തായിരിക്കും ആര് കാണപ്പെടുന്നത്, ലിഗാൻഡ്സ് കാണപ്പെടുന്നത്. അത്തരത്തിലുള്ള മെറ്റൽ അയോൺസിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ അയോൺ. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അല്ലെ കോർഡിനേഷൻ സ്ഫിയറിനകത്ത് കാണപ്പെടുന്ന മെറ്റൽ അയോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ അയോൺ. ആ മെറ്റലിന് ചുറ്റുമായിട്ടായിരിക്കും ലിഗാൻഡ്സ് ബൗണ്ട് ചെയ്യുന്നത്. ഇനി എന്താ സെൻട്രൽ അയോണിന്റെ പ്രത്യേകത? ദേ ഹാവ് വേക്കന്റ് d orbitals. Okay, central metal ions have vacant d orbitals. Vacant ആയിട്ടുള്ള d orbitals ഉണ്ടായിരിക്കണം. അതുവഴി they can accept electrons. Okay, so central ions act as acceptors of electrons. Therefore they known as Lewis acids. അറിയാലോ ലൂയിസ് ആസിഡ് കൺസെപ്റ്റ് അനുസരിച്ച് എന്താ, ഇലക്ട്രോൺസിനെ ലൂയിസ് കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ആസിഡ്സ്. ആ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ സെൻട്രൽ അയോൺസ് എല്ലാം എന്താണ്, ലൂയിസ് ആസിഡ്സ് ആണ്. ബിക്കോസ് ദേ ഹാവ് വേക്കന്റ് d orbitals and ligands can donate their lone pairs to the vacant d orbital. ലിഗാൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ. അപ്പോൾ സെൻട്രൽ അയോൺ എന്ന് വെച്ചാൽ ഒരു കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ കാണപ്പെടുന്ന മെറ്റൽ അയോണിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ അയോൺ. അവരെ ബൗണ്ട് ചെയ്ത് ലിഗാൻസ് കാണപ്പെടും.
അപ്പോൾ സെൻട്രൽ അയോൺസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ഹാവ് വേക്കന്റ് ഡി ഓർബിറ്റൽസ്. വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ട് എങ്കിൽ മാത്രമേ ലിഗാൻസിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സെൻട്രൽ അയോൺസ് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ അയോൺസ്. ദേ ആർ ലൂയിസ് ആസിഡ്സ്. ബിക്കോസ് ലൂയിസ് കൺസെപ്റ്റ് അനുസരിച്ച് എന്താ, ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസിലാണ് ആസിഡ്സ്. അപ്പോൾ വരുന്ന ലിഗാൻസ് എന്തായിരിക്കും, ഇലക്ട്രോൺ എഫിഷ്യന്റ് ആയിരിക്കും, ഇലക്ട്രോൺ ഒരുപാട് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയിരിക്കും, ഓർ അതർവൈസ് ദേ ഹാവ് ലോൺ പെയർസ്. ലിഗാൻസിന് ലോൺ പെയർസ് ഉണ്ടായിരിക്കണം എങ്കിലാണ് ആ ലോൺ പെയർസിനെ വേക്കന്റ് ഡി ഓർബിറ്റലിലോട്ട് കൊടുക്കുമ്പോഴാണ് അവിടെ കോർഡിനേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, കോർഡിനേഷൻ ബോണ്ടിനെ നമ്മൾ എങ്ങനെ കാണിക്കുന്നത്, ആരോ ഇട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കോർഡിനേഷൻ ബോണ്ടിനെ നമ്മൾ ആരോ ഇട്ടാണ് കാണിക്കുന്നത്. ദെൻ ലിഗാൻസ്. എന്താണ് ലിഗാൻസ് എന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പ് ഓഫ് compounds or a group of molecules or ions coordinate to the central metal atom. Central ion. Central ionുമായിട്ട് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്ന എ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ലിഗാൻസ് എന്ന് പറയുന്നത്. ലിഗാൻസിന്റെ പ്രത്യേകത എന്താ, അവർ ഒന്നെങ്കിൽ ആനയോൺസ് ആകാം, ഓക്കെ, അല്ലെങ്കിൽ ദേ ഹാവ് ന്യൂട്രൽ മോളിക്യൂൾസ്. ആനയോൺസോ ന്യൂട്രൽ മോളിക്യൂൾസോ ആകാം. ലിഗാൻസ് എപ്പോഴും കാറ്റയോൺസ് ആകുമോ? ഈ ഒരു കേസിൽ നമ്മൾ നോർമലി ലിഗാൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയിട്ടാണ് പറയുന്നത്. മെറ്റൽ അയോൺസ് എന്ന് പറയുന്നത് വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉള്ളവരാണല്ലോ. അപ്പൊ ലിഗാൻസ് വരുന്ന ലിഗാൻസിന് ലോൺ പെയർസോ അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസോ ആയിരിക്കണം. അപ്പൊ നോർമലി നമ്മൾ ആനയോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ വാട്ടർ, അമോണിയ പോലെയുള്ള ലിഗാൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോൺ പെയർസ് ഉണ്ട്. അപ്പൊ ലോൺ പെയർസോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോ ഉള്ള സ്പീഷീസിലാണ് നമ്മൾ നോർമലി ലിഗാൻഡ് ആയിട്ട് കാണപ്പെടുന്നത്. പോസിറ്റീവ് ചാർജ് ഉള്ള ലിഗാൻസും ഉണ്ട്. ഓക്കെ, NO2+ പോലെയുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള ലിഗാൻസും ഉണ്ട്. റെയർ കേസസിലൊക്കെ അതും വരാണ്. അതായത് നമ്മൾ ബാക്ക് ബോണ്ടിങ് അല്ലെങ്കിൽ നമ്മളത് പഠിക്കും ഇനി അതങ്ങോട്ട് എങ്ങനെയാണ് പോസിറ്റീവ് ചാർജുള്ള ലിഗാൻസ് മെറ്റലിൽ നിന്ന് ലിഗാൻഡിലേക്ക് ഇലക്ട്രോൺസിന് പോകാറുണ്ട്. നമ്മൾ വേറൊരു ഏരിയ ആണ്, നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ലിഗാൻസ് എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റൽ അയോണിനെ ബൗണ്ട് ചെയ്തിട്ടുള്ള അല്ലെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ്. അവർ ന്യൂട്രലോ ആകാം അല്ലെങ്കിൽ ആനയോൺസോ ആകാം. ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ് അവർ, അല്ലെങ്കിൽ ലോൺ പെയർസ് ഉള്ള സ്പീഷീസ് ആണ്. ആ ലോൺ പെയർസിനെ മെറ്റൽസിന്റെ വേക്കന്റ് ഡി ഓർബിറ്റലിലേക്ക് കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 2-3 ലിഗാൻസിന് എക്സാമ്പിൾ ആണ്. ഒന്ന് വാട്ടറിൽ എന്തുണ്ട്, 2 ലോൺ പെയർസ് ഉണ്ട്. ദെൻ അമോണിയയിൽ ഒരു ലോൺ പെയർ ഉണ്ട്. ക്ലോറിൻ, ഹാലൈറ്റ്സുകളെല്ലാം ഹാലൈറ്റ്സ്, ക്ലോറിൻ, ഫ്ലൂറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ് ഇവരെല്ലാം നെഗറ്റീവ് ചാർജ് ഉള്ള ആനയോൺസ് ആണ്. ദെൻ സയനൈഡ്. പിന്നെ നമ്മൾ കുറച്ചുകൂടി അധികം ലിഗാൻസ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പഠിക്കുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് എന്താണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്, ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്നും, ദെൻ പിന്നെ വരുന്നത് ടെർമിനോളജി ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഡെഫിനിഷൻ, ദെൻ സെൻട്രൽ അയോൺ, കോർഡിനേഷൻ സ്പിയർ, ദെൻ ലിഗാൻസ്. ഇത്രയാണ് അതിനകത്ത് മെയിൻ ആയിട്ടും വരുന്ന ടെർമിനോളജി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ലിഗാൻസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിഗാൻസ് ആണ്. ഓക്കെ, ലിഗാൻസ് നമുക്ക് പല കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് മോണോഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, ട്രൈഡെൻഡേറ്റ്, ടെട്രാഡെൻഡേറ്റ്, ഹെക്സാഡെൻഡേറ്റ്. ഇവരെ നമുക്ക് കളക്റ്റീവ്ലി നമുക്ക് പോളിഡെൻഡേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, മോണോഡെൻഡേറ്റ്, ദെൻ ബൈഡെൻഡേറ്റ്, ദെൻ പോളിഡെൻഡേറ്റ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്? എന്തിന്റെ ബേസിലായിരിക്കും? അതായത് ലിഗാൻഡിൽ നമ്മൾ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് അല്ലെ, ഒന്നിലധികം എലമെന്റ്സ് കമ്പൈൻ ചെയ്ത ഒരു മോളിക്യൂൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിരിക്കല്ലോ. അതിലെ ഒരാളായിരിക്കും ഇലക്ട്രോൺ ഡോണർ, അല്ലെങ്കിൽ 2 ആളായിരിക്കും ഇലക്ട്രോൺ ഡോണർ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ പെയേഴ്സിനെ കൊടുക്കാൻ കഴിവുള്ള എത്ര ആറ്റംസ് ഉണ്ട്, അതിന്റെ ബേസിസിലാണ് നമ്മൾ ലിഗാൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. എന്താ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാല്, ബിക്കോസ് ദേ ബൗണ്ട് മെറ്റൽ ആറ്റം ഓൺലി ഇൻ 1 പ്ലേസ്. ഓക്കെ, അല്ലെങ്കിൽ ആ ലിഗാൻഡിൽ ഒരു ആറ്റം ആണ് എന്ത് കേപ്പബിൾ ഓഫ് ഡൊണേറ്റിംഗ് ആൻ ഇലക്ട്രോൺ പെയർ. ഓക്കെ, എ ലിഗാൻഡ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 atom which is capable of donating an electron pair to the metal ion. ആ ഒരു ലിഗാൻഡില് ഒരൊറ്റ ആറ്റത്തിന് മാത്രമേ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എക്സാമ്പിൾസ് ആരൊക്കെയാണ്? ഹാലൈറ്റ്സുകളെല്ലാം. ഓക്കെ, നമ്മൾ പറയില്ലേ Cl-, F-. ഇത് പിന്നെ ഒറ്റ ഹാലൈറ്റ്സ് എല്ലാം ഒറ്റ എലമെന്റ് അല്ലേ ഉള്ളൂ. ദെൻ വാട്ടറിൽ ആരാ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നത്?
ഓക്സിജൻ ആണ്. കാരണം ഓക്സിജനിലാണ് എന്തുള്ളത്, ലോൺ പെയർ ഉള്ളത്. ദെൻ സയനൈഡ് CN-, അതിലാരാണ് ഡൊണേറ്റ് ചെയ്യുന്നത്, നൈട്രജൻ. ഓക്കെ, നൈട്രജൻ ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ദെൻ അമോണിയയിൽ ആരാ, അമോണിയയിലെ നൈട്രജനിലാണ് ലോൺ പെയർ ഉള്ളത്. അപ്പോൾ നൈട്രജൻ ആണ് ഡൊണേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിനെ. ദെൻ തയോസൈനേറ്റ് SCN-, അത് നമ്മൾ പഠിക്കും. തയോസൈനേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ദെൻ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH-. ഓക്കെ, ദെൻ കാർബണൈൽ ഗ്രൂപ്പ്, ഇതിൽ ഓക്സിജൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒറ്റ ആറ്റം മാത്രം, a ligand which contains only one atom which is capable of donating electron pairs. അങ്ങനെയുള്ള ലിഗാൻസിനെ വിളിക്കുന്ന പേരാണ് മോണോഡെൻഡേറ്റ്. ഈ ഡെൻഡിസിറ്റി പഠിച്ചോണം കേട്ടോ. അതായത് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ടൈറ്റാനിയത്തിന്റെയോ എന്തിന്റെയോ ഒരു എക്സാമിന് ഇതിന് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വെച്ചാൽ ആ ലിഗാൻഡിൽ ഒരൊറ്റ ആറ്റം മാത്രമേ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നുള്ള എക്സാമ്പിൾസ് പഠിച്ചോണം. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും, ഡൈഡെൻഡേറ്റ് അല്ലെങ്കിൽ ബൈഡെൻഡേറ്റ് ligands. എന്തായിരിക്കും പ്രത്യേകത, a ligand which contains two atoms are capable of donating electron pairs. രണ്ട് ആറ്റം കാണും, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള രണ്ട് ആറ്റം കാണും. ഫസ്റ്റ് എക്സാമ്പിൾ എത്തിലീൻ ഡൈയമീൻ. സ്ട്രക്ചറും കൂടി പഠിച്ചു പോണം. എത്തിലീൻ ഡൈയമീൻ. എത്തിലീൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, 2 കാർബൺ ഉള്ള ഗ്രൂപ്പ്. അതിനകത്ത് ഡൈയമീൻ, ഇപ്പൊ 2 അമീൻ ഗ്രൂപ്പ് വരും, NH2. അപ്പൊ ഇതിലാരായിരിക്കും, 2 നൈട്രജൻ ആയിരിക്കും കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്ന കോർഡിനേഷൻ ഇങ്ങനെയാണ് കേട്ടോ. മെറ്റലുമായിട്ട് ഇങ്ങനെയായിരിക്കും, അതായത് ഈ ഇലക്ട്രോൺസ് ആയിരിക്കും മെറ്റലിലേക്ക് കൊടുക്കുന്നത്. ഇങ്ങനെയായിരിക്കും കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓക്സലേറ്റ് ആണ്. ഓക്കെ, ഓക്സലേറ്റ് COO-, ഈ 2 നെഗറ്റീവ് ചാർജില് 2 ഓക്സിജനും എന്ത് ചെയ്യും, കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യും, മെറ്റലിലേക്ക് കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യും. അപ്പം 2 ആറ്റംസ് ആണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ലിഗാൻസിനെ വിളിക്കുന്ന പേരാണ് ബൈഡെൻഡേറ്റ് അല്ലെങ്കിൽ ഡൈഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദെൻ ട്രൈഡെൻഡേറ്റ് എന്തായിരിക്കും, ട്രൈഡെൻഡേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 ആറ്റംസ് ആണല്ലേ, 3 ആറ്റംസ് ദേ ആർ കേപ്പബിൾ ഓഫ് ഡൊണേറ്റിംഗ് ഇലക്ട്രോൺ പേഴ്സ്. അതിന് എക്സാമ്പിൾ ഡൈൻ ആണ്, ഡൈൻ, ദാറ്റ് മീൻസ് ഡൈ എഥിലീൻ ട്രൈഅമീൻ, ഡൈ എഥിലീൻ. ഓക്കെ, CH2 ഡൈഎഥിലീൻ വരും, ദാറ്റ് ഈസ് CH2 CH. അപ്പൊ ഡൈഎഥിലീൻ ആയേ, ഡൈഎഥിലീൻ ട്രൈ അമീൻ. ഓക്കെ, അപ്പൊ ട്രൈ അമീൻ എന്ന് പറയുമ്പോൾ എത്ര അമിനോ ഗ്രൂപ്പ് വരും, 3 അമിനോ ഗ്രൂപ്പ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാർബണിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ദെൻ ഇവിടെ ഒരു അമീൻ ഗ്രൂപ്പ് വരും. ഇതാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോ ഡൈഈൻ എന്ന് വെച്ചാല് ഡൈഎഥിലീൻ ട്രൈ അമീനെ വിളിക്കുന്ന പേരാണ് ഡൈഈൻ. ട്രൈ എഥിലീൻ ഡൈഎഥിലീൻ ട്രൈ അമീൻ ആണ് ഡൈഈൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഡെൻസിറ്റി എത്രയാണ്, 3 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താ, 3 ഡോണർ ആറ്റംസ് കാണും. ഒരു സ്ട്രക്ചറും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരി. ഇതാണ് 3 നൈട്രജൻ എന്തുണ്ട്, ലോൺ പെയർസ് ഉണ്ട്. ഈ 3 നൈട്രജൻ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ദെൻ പിന്നെയുണ്ട് ടെട്രാഡെൻഡേറ്റ് ഉണ്ട്, പെന്റാഡെൻഡേറ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട് അതിന്റെ ഓരോന്നിന്റെ എക്സാമ്പിൾസ് വീതം. ദെൻ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. ഹെക്സാഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ എത്ര ആറ്റംസ് കാണും, ഡോണർ ആറ്റംസ് 6 ഡോണർ ആറ്റംസ് കാണും. അതിന്റെ എക്സാമ്പിൾ ഏതാണ്, EDTA. യെസ്, EDTA. EDTA ഫുൾ ഫോം Ethylene diamine tetraacetic അസറ്റിക് ആസിഡ്. എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഇത് ഒരുവിധം കേട്ടുള്ളതായിരിക്കും. നമ്മൾ കോമൺലി ടൈട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. കെമിസ്ട്രി അല്ലാത്ത മൈക്രോബയോളജിക്കാർക്കും ബയോകെമിസ്ട്രിക്കാർക്കും അറിയാവുന്ന ടേം ആണെന്ന് തോന്നുന്നു EDTA. കോമൺ കോമ്പൗണ്ട് ആണ് എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ജസ്റ്റ് സ്ട്രക്ചറും കൂടെ നോക്കുക. അപ്പൊ നോക്കിയേ, എത്തിലീൻ ആണ്, അപ്പൊ ഒരു എത്തിലീനേ ഉള്ളു അല്ലേ. എത്തിലീൻ ഉണ്ട്, CH2 ഡൈ അമീൻ ആണ്. അപ്പം അമീന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വരുന്നതിന് മുന്നേ അതിന്റെ കൂടെ ആരാ ഉള്ളത്, ടെട്രാ അസറ്റിക് ആസിഡ്. ദാറ്റ് മീൻസ് 4 അസറ്റിക് ആസിഡ് സ്പീഷീസ് ഉണ്ട്. അസറ്റിക് ആസിഡ് സ്പീഷീസ് ഏതാ, CH3COOH ആണ്. ഓക്കെ, അപ്പൊ എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. ഇവര് ഹെക്സാഡെൻഡേറ്റ് ആണെന്നും ഹെക്സാഡെൻഡേറ്റ് ആകുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ റിച്ച് എൻഡിറ്റി വേണം, ഇലക്ട്രോൺ റിച്ച് എൻഡ് വേണം. ഒന്നെന്ന് പറയുമ്പോൾ നൈട്രജൻ കിട്ടി, 2 പേര് നൈട്രജൻ ഉണ്ട്. ദെൻ ബാക്കി വരുന്ന ആരായിരിക്കും, അസറ്റിക് ആസിഡിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ടെട്രാ അസറ്റിക് ആസിഡ് ആകുമ്പോൾ 4 അസറ്റിക് ആസിഡ്, 2 എണ്ണം വീതം 2 നൈട്രജനിലുമായിട്ട് അസറ്റിക് ആസിഡിന്റെ ഗ്രൂപ്പ് വരും. ദാറ്റ് മീൻസ് CH3COO- CH3COO-
ദെൻ ഈ നൈട്രജനും എന്തുണ്ട്? CH3 COO മൈനസ് CH3 COO മൈനസ്. ഇതാണ് EDTA, എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. എഥിലീൻ എന്നുള്ള ഗ്രൂപ്പ്, ഡയമീൻ 2 അമീനായി, ദെൻ 4 അസറ്റിക് ആസിഡ് ഗ്രൂപ്പും. ഇതിൽ എങ്ങനെയാണ് 6 പേര് ഡോണർ ആറ്റംസ് ആരൊക്കെയാണ്? 2 നൈട്രജനും 4 ഓക്സിജൻ ഫ്രം അസറ്റേറ്റ് ആനയോൺ. ഇങ്ങനെയാണ് ഹെക്സാഡെൻറ്റേറ്റ്, 6 ഡോണർ ആറ്റംസ് EDTA-ക്ക്. നമുക്ക് EDTA പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടൈട്രേഷന് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ ഉപയോഗിക്കുന്നത് EDTA ടൈട്രേഷൻ ആണ്. കാരണം EDTA യൂസ് ചെയ്ത് നമ്മൾ ഒരു മെറ്റൽ കാണും, ആ മെറ്റലിന് EDTA യൂസ് ചെയ്ത് ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യിക്കുന്നുണ്ട്. ഈ ടൈട്രേഷൻ്റെ ഒരു EDTA ടൈട്രേഷൻ എന്ന് പറഞ്ഞത് ഒരു സെക്ഷൻ തന്നെയാണ്, ഒരു ടൈപ്പ് ഓഫ് ടൈട്രേഷൻ തന്നെയാണ് EDTA ടൈട്രേഷൻ എന്ന് പറയുന്നത്. കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയുടെ ആ ഒരു പോസ്റ്റിന്റെ നമ്മൾ പറഞ്ഞ ആ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ടൈട്രേഷന്റെ കാര്യം ചെയ്യണം എന്നുള്ളത്. വാട്ടർ അനാലിസിസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു വാട്ടറിന്റെ ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും, വാട്ടറിന്റെ ഹാർഡ് വാട്ടറിനെ തിരിച്ചറിയുന്ന ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ആണ്. ആ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? ഏത്? EDTA ആണ്. നമ്മളുടെ ഹാർഡ് വാട്ടറിൽ മെറ്റൽസ് ഉണ്ടെങ്കിൽ ആ മെറ്റൽസ് EDTA-യുമായിട്ട് ബൈൻഡ് ചെയ്ത് കോംപ്ലക്സ് ഫോം ചെയ്യും. ആ ഒരു ടൈട്രേഷൻ നമ്മൾ ഇത് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കേട്ടോ. സാനിറ്ററി കെമിസ്റ്റിൽ ആ ഒരു പോസ്റ്റിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ടൈട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ EDTA-ക്ക് ഒത്തിരി അധികം പ്രത്യേകതകളുണ്ട്. കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിനകത്ത് ഉപയോഗിക്കുന്നു. അതായത് വാട്ടറിന്റെ ഹാർഡ്നെസ്, വാട്ടറിന്റെ ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ളത് ആരൊക്കെയാണ്? ഏത് അയോൺസ് ആണ്? കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സൾഫേറ്റുകളും ക്ലോറൈഡുകളുമാണ് വാട്ടറിന്റെ ഹാർഡ്നെസ്സിന് കാരണമാണ്. അപ്പോൾ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ടൈട്രേഷൻ ഹാർഡ്നെസ്സിന് കാരണം ഈ അയോൺസ് ആണ്. അപ്പൊ അവരെ ആ ഒരു ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ EDTA-യുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, EDTA ടൈട്രേഷൻ അതിൽ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് Na2EDTA ആണ് കേട്ടോ. Na2EDTA എടുത്തെങ്കിൽ മാത്രമേ സോഡിയം സോഡിയം 2 സോഡിയം മീൻസ് ഒരു കാൽഷ്യം, രണ്ടിന്റെ ബാലൻസ് സെയിം അല്ലേ. കാൽഷ്യത്തിന്റെ +2 സോഡിയത്തിന്റെ +1, അങ്ങനെ വരുമ്പോൾ 2 സോഡിയം വേണ്ടി വരും. ഈ ഒരു കോമ്പൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നമ്മളുടെ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും കൂടിയാണത്. വാട്ടറിന്റെ ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ടല്ലേ, കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ടൈട്രേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ലിഗാൻഡ് അല്ലെ, സോറി, ആ ഒരു കോമ്പൗണ്ട് ഏതാണുള്ളത്? EDTA ആണ്. അപ്പം ഡെൻസിറ്റി മനസ്സിലായല്ലോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത് എത്ര ഡോണർ ആറ്റം ഉണ്ട് എന്നുള്ള ബേസിസിൽ നമുക്ക് മോണോഡെൻഡേറ്റ്, ദെൻ പോളിഡെൻഡേറ്റ്, ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ലിഗാൻഡ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്ര എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കുഴപ്പമില്ലല്ലോ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഒരു ടേം ആണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. എന്താ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് അറിയോ? അതായത് ഒരു ലിഗാൻഡ് ആയിരിക്കും, അതിലെ 2 ആറ്റംസും എന്താണ് ഒരേ സമയം 2 ആറ്റംസിനും ഡോണർ ആറ്റം ആകാൻ സാധിക്കും. കാരണം അവർ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഓക്കെ, യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. പക്ഷെ അതിലെ 2 പേർക്കും എന്ത് ചെയ്യാൻ പറ്റും? മെറ്റലുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ തയോസൈനേറ്റ്. ഇതിലെ മെറ്റലിന് ഒന്നെങ്കിൽ നൈട്രജനുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെറ്റലിന് സയനൈഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാം. അറ്റ് എ ടൈം ഒരുമിച്ച് നടക്കില്ല, കാരണം ഇവര് യൂണിഡെൻഡേറ്റ് ആണ്. ഓക്കെ, യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, പക്ഷേ 2 ഡിഫറെന്റ് ഡോണർ ആറ്റംസ് കാണും. ഒന്നിൽ കൂടുതൽ, ഒന്ന് നൈട്രജൻ. തയോസൈനേറ്റ് ആകുമ്പോൾ സൾഫറും ഉണ്ട് നൈട്രജനും ഉണ്ട്. ഒരേ സമയം 2 പേരും കൂടി ബൈൻഡ് ചെയ്യില്ല, ഡിഫറെന്റ് ആയിട്ട്. ഒരു ടൈമിൽ നൈട്രജൻ ആണെങ്കിൽ മറ്റേ സമയത്ത് സൾഫർ ആയിരിക്കും ഡൊണേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ NO2. ഈ NO2 ഒരു പ്രത്യേകത, NO2 നമ്മൾ നൈട്രോ എന്നാണ് സാധാരണ പറയുന്നത്. ഇതിനെ ONO എന്ന് എഴുതുകയാണെങ്കിൽ അത് നൈട്രിറ്റോ എന്നാണ് വരുന്നത്. അപ്പൊ ഈ NO2-ല് നൈട്രജൻ ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ, നൈട്രജൻ മെറ്റലിനെ കാണിക്കുന്നു. ദെൻ ഓക്സിജൻ ആണെങ്കിൽ നമ്മൾ ONO എന്ന് എഴുതിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നൈട്രോ ഗ്രൂപ്പിൽ നൈട്രജൻ ആണെങ്കിൽ ജസ്റ്റ് NO2 ഡയറക്റ്റ് മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു.
ഓക്സിജൻ ആണെങ്കിൽ നമ്മൾ ONO എന്നാണ് എഴുതുന്നത്. ആ സമയത്ത് നമ്മൾ നൈട്രിറ്റോ എന്ന് പറയും. ഓക്കെ, അപ്പൊ ONO നമ്മൾ പേരിടുമ്പം ഓക്സിജൻ ആണെങ്കിൽ നൈട്രിറ്റോ O എന്നും, നൈട്രജൻ ആണെങ്കിൽ അതിനെ നൈട്രൈറ്റോ N എന്നുമായിരിക്കും നമ്മൾ നോമൻക്ലേച്ചറിന്റെ കേസ് വരുമ്പോൾ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് വെച്ചാൽ യൂണിഡെന്റേറ്റ് ലിഗാൻഡ്സ് ആണ്, പക്ഷേ 2 ഡിഫറെന്റ് ആറ്റംസ് കാണാം. അവർക്ക് 2 പേർക്കും മെറ്റലുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. 2 എക്സാമ്പിൾസ് ആണ് NO2ഉം തയോസൈനേറ്റും നൈട്രോ ഗ്രൂപ്പുകളും. നൈട്രിറ്റോ എന്നാണ് പറയുന്നത് NO2നെ. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ചീലേറ്റ് ലിഗാൻഡ്സ്. ചീലേറ്റ് എന്നോ കീലേറ്റ് എന്നോ പറയും. ചീലേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. എന്താ അതിന്റെ ആ ഒരു നെയിമുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണ്? എ ക്ലോസ്ഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു റിംഗ് സ്ട്രക്ചർ. അതിനെ നമ്മൾ ചീലേറ്റ് ഫോം ചെയ്യാന്ന് പറയുന്നത്. ക്ലോസ്ഡ് അല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യാന്ന് പറയും. അപ്പൊ ചീലേറ്റ് ലിഗാൻഡ്സ് എന്ന് വെച്ചാൽ ദോസ് ലിഗാൻഡ്സ് വിച്ച് ക്യാൻ ഫോംസ് റിംഗ് സ്ട്രക്ചേഴ്സ് ബൈ ദി കോർഡിനേഷൻ ബോണ്ട് വിത്ത് സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത് വഴി റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നു. അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ്, അത്തരത്തിലുള്ള ലിഗാൻഡ്സുകളെ വിളിക്കുന്ന പേരാണ് ചീലേറ്റ് ലിഗാൻഡ്സ് അല്ലെങ്കിൽ കീലേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആരാണ്? എത്തിലീൻ ഡയമീൻ. എത്തിലീൻ ഡയമീൻ എങ്ങനെയാണ് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യാന്ന് വെച്ചാൽ, എത്തിലീൻ ഡയമീന്റെ സ്ട്രക്ചർ എങ്ങനെയാ? CH2 NH2 NH2. ഇവരെന്ത് ചെയ്യും? 2, അതായത് ഡൈഡെൻഡേറ്റ് ആണെന്ന് പറഞ്ഞില്ലയോ, കോപ്പർ. ദെൻ അറ്റ് എ ടൈം തന്നെ മറ്റൊരു ഇപ്പൊ തന്നെ റിംഗ് സ്ട്രക്ചർ, ഒരു 5 മെമ്പേർഡ് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇവിടെയും അത് ഫോം ചെയ്യും. NH2 CH2 CH2 NH2. അത് നമ്മൾ കോപ്പറിന്റെ ബാലൻസ് കറക്റ്റ് ആക്കുന്നതാണ്. ഓക്കെ, ഇത്രയും എന്ന് പറയുന്ന ഒരു ചീലേറ്റ് ലിഗാൻഡിന്, അതായത് ചീലേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സെൻട്രൽ മെറ്റൽ അല്ലെ മെറ്റൽ ആറ്റവുമായിട്ട് ബൗണ്ട് ചെയ്ത് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്ത് ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അത്തരത്തിലുള്ള ലിഗാൻഡ്സ് ആണ് ചീലേറ്റ് ലിഗാൻഡ്സ്. എക്സാമ്പിൾസ് എത്തിലീൻ ഡയമീനും ഓക്സലേറ്റുമാണ്. കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന എക്സാമ്പിൾസ് ഇത് രണ്ടുമാണ്. ഓക്കെ ആണോ? നമുക്ക് ഓരോ ഇവരുടെ ചാർജ് എങ്ങനെയാണ്, ഡെൻസിറ്റി എങ്ങനെയാണ്, ഇതിൽ ഡോണർ ആറ്റം എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് അമോണിയ. അമോണിയയില് നമ്മൾ പേര് അമോണിയ NH3 എന്ന് പറയും, പക്ഷെ അതിന്റെ പേരെന്താ നമ്മൾ പറയുന്നത്? അമീൻ എന്നാണ് പറയുന്നത് കേട്ടോ. അമീൻ എന്നാണ് അതിന്റെ നെയിമിങ്. നമ്മൾ നെയിമിങ്ങിന് പേര് കൊടുക്കുന്ന സമയത്ത് അമീൻ എന്നാണ് പറയുന്നത്. ചാർജ് എന്തായിരിക്കും? അമീന്റെ ചാർജ് എന്തായിരിക്കും? 0. ഓക്കെ, ഇറ്റ്സ് എ ന്യൂട്രൽ കോമ്പൗണ്ട് അല്ലെ, അതുകൊണ്ട് ചാർജ് എന്താണ്? 0 ആണ്. ടൈപ്പ് ദാറ്റ് മീൻസ് ഇതിന്റെ ഡെൻസിറ്റി എത്രയാ? 1 ആണ്. therefore it is an മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. ഡോണർ ആറ്റം ആരാ? നൈട്രജൻ. നെക്സ്റ്റ് വാട്ടർ. വാട്ടർ എന്നല്ല നമ്മൾ പറയുന്നത്, പേരെന്താ കൊടുക്കുന്നത്? അക്വ. അക്വ എന്നാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ചാർജ് എന്താണ്? 0. അഗെയിൻ 0, ന്യൂട്രൽ കോമ്പൗണ്ട് ആണല്ലേ. ടൈപ്പ് എന്താ? മോണോഡെൻഡേറ്റ് ലിഗാൻഡ് തന്നെയാണ്. ഡോണർ ആറ്റം ആരാ? ഓക്സിജൻ. നെക്സ്റ്റ് കാർബണൈൽ. കാർബണൈൽ തന്നെയാണ് CO. കാർബണൈൽ തന്നെയാണ് പേര്. ചാർജ് എന്തായിരിക്കും? 0. അഗെയിൻ 0, ദാറ്റ് ഈസ് ന്യൂട്രൽ മോളിക്യൂൾ ആണ്. ഏതാണ്? ടൈപ്പ് എന്താണ്? മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. ആൻഡ് ഡോണർ ആറ്റം ഈസ് ഓക്സിജൻ. ഓക്സിജൻ ആണ് ലോൺ പെയർസ് ഉള്ളത്. ദെൻ ഹാലൈറ്റ്സുകൾ. ഹാലൈറ്റ്സിൽ ആരൊക്കെ വരാം? Cl-, F-, ഓക്കെ, I-, Br-, ബ്രോമൈഡ്. ഇവിടെ നമ്മൾ ഹാലോ, ദാറ്റ് മീൻസ് ക്ലോറോ എന്നാണ് പേര് നമ്മൾ പറയുന്നത്. നെയിമിങ്ങിലല്ല, നമ്മൾ നോർമലി പറയുന്നത് ക്ലോറോ, ഫ്ലൂറോ, അയഡോ, ബ്രോമോ എന്നാണ് നമ്മൾ നോർമലി നെയിം ചെയ്യുന്നത്. ചാർജ് എന്തായിരിക്കും? -1. ഏതാണ്? മോണോഡെൻഡേറ്റോ ഡൈഡെൻഡേറ്റോ? മോണോഡെൻഡേറ്റ്. ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് അല്ലേ ഉള്ളൂ. അപ്പൊ മോണോഡെൻഡേറ്റ്. ഡോണർ ആറ്റം ആരാ? ഇറ്റ് ഈസ് ഹാലജൻസ്. അവർക്കാണ് എക്സസ് ഇലക്ട്രോൺസ് ഉള്ളത്. OH-, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ലേ, OH-. അവരെ നമ്മൾ വിളിക്കുന്നത് ഹൈഡ്രോക്സോ. ചാർജ് എന്തായിരിക്കും? -1. നമ്മൾ എന്തിനാ ചാർജ് പഠിക്കുന്നത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ.
ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചാർജ് പഠിക്കുന്നത്. അപ്പൊ ചാർജ് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നെയിമിങ് നോമൻക്ലേച്ചറിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാനുണ്ട്. അപ്പോൾ ഹൈഡ്രോക്സൽ ഗ്രൂപ്പിന് ചാർജ് എന്താണ്? -1 ആണ്. എഗെയിൻ എന്ത് തന്നെയാണ്? അതും മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇതിലെ ഡോണർ ആറ്റം ആരാ? ഓക്സിജൻ. സൈനോ CN- ചാർജ് എന്താണ്? -1. എഗെയിൻ എന്ത് തന്നെയാണ്? മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇവിടെ ഒരു പ്രത്യേകത വെച്ചാല് നൈട്രജനോ അല്ലെങ്കിൽ കാർബണോ ആകാം. കാർബണിന് 4 പേര് വരുന്നുണ്ടല്ലോ. ആംബിഡെന്റേറ്റ് അല്ല, ആംബിഡെന്റേറ്റ് അല്ല. ആംബിഡെന്റേറ്റ് ആയിട്ട് എടുക്കാറുണ്ട്. CN എന്നും NC എന്നും എടുക്കാറുണ്ടോ? ആംബിഡെന്റേറ്റ് ആണ്. തയോസൈനേറ്റ് ഉണ്ടല്ലോ. സൈനോ ലിഗാൻസ് ആംബിഡെന്റേറ്റിൽ വരുന്നതാണ്. ഒന്നുകിൽ NC നമ്മൾ NC എന്നും CN എന്നും നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. അപ്പം മെറ്റൽ ടു ലിഗാൻഡ്, ലിഗാൻഡ് ടു മെറ്റൽ നൈട്രജൻ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും. ദെൻ കാർബൺ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാറുണ്ട്. ആംബിഡെന്റേറ്റ് ലിഗാൻഡ്. അപ്പൊ നൈട്രജനോ അല്ലെങ്കിൽ കാർബണോ ആകാം. ദെൻ നെക്സ്റ്റ് പിരിഡിൻ. പിരിഡിന്റെ സ്ട്രക്ചർ അറിയോ? പിരിഡിൻ എന്താ? ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. C5H5N. പിരിഡിൻ. പിരിഡിൻ എന്ന് പറയുന്നത് ചാർജ് എന്തായിരിക്കും? ബെൻസീന്റെ ഇങ്ങനകത്ത് ഒരു കാർബൺ മാറ്റി അവിടെ നൈട്രജൻ വരുന്നതാണ് പിരിഡിൻ എന്ന് പറയുന്നത്. അപ്പോ പിരിഡിന് ചാർജ് എന്തായിരിക്കും? 0 ആണ്. ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. ഇറ്റ്സ് ഓൾസോ എ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. ഡോണർ ആറ്റം ആരായിരിക്കും? നൈട്രജൻ ആണ് ലോൺ പെയർ ഉള്ളത്. നൈട്രജൻ ആണ് ലോൺ പെയർ ഉള്ളത്. നെക്സ്റ്റ് എത്തിലീൻ ഡയമീൻ. സ്ട്രക്ചർ ഇനി എഴുതണോ? എത്തിലീൻ ഡയമീൻ അറിയാലോ. CH2NH2 CH2NH2. എത്തിലീൻ ഡയമീൻ ചാർജ് എന്താണ്? 0. എത്തിലീൻ ഡയമീൻ നമ്മൾ EN എന്ന് എഴുതുള്ളൂ. അതായത് നമ്മളിപ്പോ നമ്മളെ കോർഡിനേഷൻ കോമ്പൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എത്തിലീൻ ഡയമീൻ നീട്ടി പിടിച്ച് എഴുതത്തില്ല. EN എന്ന് മാത്രമേ റെപ്രസെന്റ് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ ഡെൻസിറ്റി എത്രയാ? ഡൈഡെൻഡേറ്റ് ആണ് അല്ലെ? 2 ആണ് ഡെൻസിറ്റി. ഡൈഡെൻഡേറ്റ് ആണ്. ഡോണർ ആറ്റം ആരാ? നൈട്രജൻ അല്ലെ? 2 നൈട്രജൻസ് എന്താണ്? ഡോണർ ആറ്റംസ് ആണ്. ദെൻ ഓക്സലേറ്റോ. COO- അതാണ് ഓക്സലേറ്റോ. റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്സ് എന്ന് മാത്രമേ റെപ്രസെന്റ് ചെയ്യുള്ളൂ. ചാർജ് എന്താണ്? -2. Then density is bidendate ligand. Donor atoms oxygen. Okay, then next എന്ന് പറയുന്നത് എഥിലീൻ ഡയമീൻ ട്രൈ അസറ്റിക് ആസിഡ് ആണ്. എഥിലീൻ ഡയമീൻ ട്രൈ അസറ്റിക് ആസിഡ്. എത്ര പേര് കാണും? ഡെൻസിറ്റി എത്രയാണെന്നറിയോ? 5. Density is 5. പെന്റാഡെൻഡേറ്റ് ആണിത് കേട്ടോ. പെന്റാഡെൻഡേറ്റ്. ഞാൻ സ്ട്രക്ചർ ചെയ്ത് കാണിച്ചു തരാം, അന്നേരം കുറച്ചുകൂടി മനസ്സിലാവും. എത്തിലീൻ ആണല്ലേ? എത്തിലീൻ ആണ്. എത്തിലീനെ വരയ്ക്കുന്നു. ഡൈ അമീൻ ആണ്. അപ്പൊ 2 അമീൻ ഗ്രൂപ്പ് ഉണ്ടല്ലേ? 2 അമീൻ ഗ്രൂപ്പ് ഉണ്ട്. എത്ര ആസിഡ് ആണ്? ട്രൈ അസറ്റിക് ആസിഡ്. ട്രൈ അസറ്റിക് ആസിഡ്. ദാറ്റ് മീൻസ് 3 അസറ്റിക് ആസിഡേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇവിടെ ഒരു അസറ്റേറ്റ് അയോൺ ആൻഡ് ACN ഇടുന്നത് അസറ്റേറ്റ് അയോൺ ആണ് കേട്ടോ. CH3COO-. ദെൻ ഇവിടെ ഒരു അസറ്റിക് ആസിഡ് അല്ലേ? CH3COO-. അപ്പൊ ഇവിടെ നൈട്രജന് വാലൻസി X ഇടാകുമ്പോൾ അവിടെ ആര് വരും? ഒരു ഹൈഡ്രജൻ വരും. ഹൈഡ്രജൻ വന്ന് അത് മേക്കപ്പ് ചെയ്തോളൂ. അപ്പൊ ഇവിടെ എത്ര ഡോണർ ആറ്റംസ് ഉണ്ട് നോക്കിക്കേ. 2 നൈട്രജൻ ഉണ്ട്, 3 അസറ്റിക് ആസിഡിൽ നിന്ന് 3 ഓക്സിജൻ വീതം. ദെൻ ഇവിടെ ചാർജ് എന്തായിരിക്കും? അസറ്റേറ്റ് അല്ലേ? COO- CH3COO- അല്ലേ ഇവിടെ വരുന്നത്? അപ്പോ എത്ര ചാർജാ ഇവരുടെ? ചാർജ് ഈസ് 3 ആണ്. ദെൻ ഡെൻസിറ്റി പെന്റാഡെൻഡേറ്റ് ആണ്. 2 നൈട്രജൻ ആൻഡ് 3 ഓക്സിജൻ. മനസ്സിലായോ?
അത് വന്നത്. ഞാൻ ട്രൈഡൻഡേറ്റിന്റെ ട്രൈഅസറ്റിക് ആസിഡ് ആണ്. ട്രൈ അസറ്റിക് ആസിഡ്, എത്തിലീൻ ഡയമീൻ ട്രൈ അസറ്റിക് ആസിഡ്, 3 അസറ്റിക് ആസിഡേ ഉള്ളൂ. അതുകൊണ്ടാണ് പെന്റാഡെൻഡേറ്റ് വന്നത്. അപ്പൊ പെന്റാഡെൻഡേറ്റിന് ഒരു എക്സാമ്പിൾ ചോദിക്കും. അങ്ങനെ പെന്റാഡെൻഡേറ്റ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ്. നെക്സ്റ്റ് എഥിലീൻ ഡയമീൻ ടെട്രാഅസറ്റിക് ആസിഡ്, അത് ഞാൻ നേരത്തെ സ്ട്രക്ചർ വരച്ച് കാണിച്ചല്ലോ. ഹെക്സാഡെൻഡേറ്റ് ആണ്. ഓക്കെ, 6 ഡോണർ ആറ്റം ഉണ്ട്. ദെൻ അവരുടെ ചാർജ് എന്തായിരിക്കും? 4 അസറ്റേറ്റ് അയോൺസ് ഉണ്ട് അല്ലേ? 4 അസറ്റേറ്റ് അയോൺസ് ആകുമ്പോൾ അവരുടെ ചാർജ് എന്താണ്? -4 ആണ്. 2 നൈട്രജനും 4 ഓക്സിജനുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇനിയുള്ളത് ഒരു ടെട്രാഡെൻഡേറ്റ്, 4 ഡെൻസിറ്റി കാണിക്കുന്ന ആളെ പഠിച്ചില്ലല്ലോ. നമ്മൾ ഡൈഈൻ പഠിച്ചായിരുന്നോ? ഡൈ എഥിലീൻ ട്രൈഅമീൻ. ട്രൈഡെൻഡേറ്റ് ലിഗാൻഡ് പറഞ്ഞപ്പോൾ പറഞ്ഞു തന്നില്ലേ? ഡൈ എഥിലീൻ ട്രൈഅമീൻ, അതൊരു ട്രൈഡെൻഡേറ്റ് ആണ്. സെയിം അതേപോലെ പേര് വരുന്നതാണ് ഇവിടെ ട്രൈഈൻ എന്ന് പറയുന്നേ. ട്രൈഈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, ദാറ്റ് മീൻസ് അതിന്റെ പേരെന്ന് പറഞ്ഞാല് ട്രൈ എഥിലീൻ ടെട്രാ അമീൻ. ട്രൈ എഥിലീൻ ടെട്രാ അമീൻ. അവരുടെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ടെട്രാഡെൻഡേറ്റ് ആണ് കേട്ടോ. ടെട്രാമീൻ ഇല്ലേ, 4 അമീൻ അല്ലേ ഉള്ളത്, അപ്പോൾ 4 നൈട്രജൻ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഡെൻസിറ്റി ടെട്രാഡെൻഡേറ്റ് ആണ്. 4 നൈട്രജൻ ആറ്റംസ് ആണ് അതിനകത്ത് വരുന്നത്. സ്ട്രക്ചർ ചോദിക്കുവാണെങ്കിൽ ട്രൈ എഥിലീൻ അല്ലേ, അതായത് 3 എഥിലീൻ ഗ്രൂപ്പുമാണ്. CH2, ഞാൻ ഇതിന്റെയാണ് വരയ്ക്കുന്നത്. CH2 ഒരു എഥിലീന്, ദെൻ ഒരു 4 അമീൻ ഗ്രൂപ്പ് വരണ്ടേ. NH ആണ്. CH2 NH2 again CH2 NH2. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ കേട്ടോ. ട്രൈൻ ജസ്റ്റ് 4 നൈട്രജൻ ആറ്റംസ്, 1 2 3 4 അമീൻ ഗ്രൂപ്പ് വരുന്നുണ്ട്, 3 എഥിലീൻ ഗ്രൂപ്പും വരും. അങ്ങനെ ട്രൈ എഥിലീൻ ടെട്രാമീൻ, അത് ടെട്രാഡെൻഡേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ്. ഈ ചാർജ് പഠിച്ചോണം, ചാർജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വരുമ്പോൾ ഈ ചാർജ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ ഓർത്തിരിക്കുമല്ലോ, ന്യൂട്രൽ മോളിക്യൂൾസിന്റെ കാര്യമൊക്കെ ഓർത്തിരിക്കുമല്ലോ. അല്ലെ, പെന്റാഡെൻഡേറ്റും ടെട്രാഡെൻഡേറ്റും ആണ് നിങ്ങൾ പുതുതായിട്ട് പഠിച്ചത്. അത് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ആ കോമ്പൗണ്ട്സിന്റെ നെയിം, ആ ലിഗാൻസിന്റെ നെയിം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക.